റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി എന്നുള്ള ഇത് കണ്ടോ നമ്മൾ ഡാറ്റയിൽ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഇതിലല്ല നമ്മൾ ഇനി നമുക്ക് എന്തായിട്ട് ജോലി കിട്ടിയെന്ന് കരുതാം. നമുക്ക് റിക്രൂട്ട്മെന്റ് സെക്ഷൻ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരാനുള്ള ജോലികൾ എന്തൊക്കെയാണ്, സ്ഥിരമായിട്ട് അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് സെഷനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഒരു നമ്മൾ സാധാരണ പറയില്ലേ, ഒരു സ്ഥാപനത്തിൽ HR അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനത്തിന് പ്രോഫിറ്റ് നൽകുന്നത്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? സെയിൽസ് ആണോ? എന്നാൽ എല്ലാവരും പൊതുവെ ഉള്ളൊരു ആക്ഷേപമാണെന്ത്, HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഒരു ഡെഡ് പോസ്റ്റാണ്. എന്നാൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു HR ഡിവിഷൻ അല്ലെങ്കിൽ ഒരു HR മാനേജർക്ക് കമ്പനിക്ക് വലിയ രൂപത്തിൽ, സെയിൽസിനേക്കാൾ വലിയ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും. ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ മാക്സിമം ഒരു മാസം നമ്മൾ എത്ര സെയിൽസ് ചെയ്തോ അതിൻ്റെ ഒരു 20 to 25% മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, GP ഉണ്ടാവും. എത്ര ശതമാനം? 25%. അവർക്ക് മൊത്തം ഓപ്പറേഷൻ ലെവലിൽ ചിലപ്പോൾ താഴെ ഒരു 200 സ്റ്റാഫുകൾ ഉണ്ടാവും. ആ 200 സ്റ്റാഫുകളുടെ ഡെയിലി എത്ര? ഒരു 400. എങ്ങനെയാണ് ഹയറിങ് ചെയ്യാന്നുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, പക്ഷെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ, കമ്പനിക്ക് മാത്രം ലാഭം പോലെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൂടി എന്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം എന്ത് നടത്തേണ്ടത്, ഹയറിങ് നടത്തേണ്ടത്. അവിടെയുള്ള സ്റ്റാഫുകൾ സംതൃപ്തരാണ്. അവിടെയുള്ള നമ്മളെ കമ്പനിയിൽ ഓൾറെഡി ഉള്ള സ്റ്റാഫുകളെ എന്ത് ചെയ്യാതെ, പരിഗണിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുറത്തേക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ പാടില്ല. ഇത് ഓരോ HR മാനേജറും കമ്പനിയുടെ ഓണർമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മളെ കമ്പനിയിൽ എന്ത് വന്നു, ഒരു വേക്കൻസി വന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏത് പൊസിഷനിലേക്ക് ആളില്ല, ഒരു HR മാനേജറായിട്ട് ഒരാളില്ല. എന്തല്ലാത്ത HR മാനേജർ റിസൈൻ ചെയ്യാൻ പോകണം. ഒരു മാസം കൂടി അദ്ദേഹം ഉണ്ടാവുള്ളൂ. അവിടെ പരിഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? ആ കമ്പനിയിൽ തന്നെ അതേ പൊസിഷനിൽ അവരുടെ ഒരു സീനിയർ എന്താണ് HR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അവർ ഓൾറെഡി നമ്മളെ കമ്പനിയായിട്ട് 8 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ കമ്പനിയുടെ A to Z കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? സീനിയർ HR എക്സിക്യൂട്ടീവിനെ എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടത്? HR മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അതിൻ്റെ താഴെയുള്ള ആളുടെ 3 വർഷമായിട്ട് HR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ HR അസിസ്റ്റന്റ് ആണ്. അയാൾ എന്താക്കണം? HR എക്സിക്യൂട്ടീവ് ആക്കണം. അതിൻ്റെ താഴെ സാധാ 2000 റിയാലിന് ഒരു HR അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാം. വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ മാനേജർ ഒഴിഞ്ഞു പോകണമെന്നില്ല. ആ സ്റ്റോർ മാനേജർക്ക് ഓൾറെഡി സാലറിയിൽ എത്രയാണ്? സാലറി കമ്പനിയിൽ അദ്ദേഹം ജോയിൻ ചെയ്ത സമയത്ത് 1200 റിയാലുള്ളായിരുന്നു. പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്ത് ഒരു 8-9 വർഷം കൊണ്ടാണ് ഏത് പൊസിഷനിലെത്തി? സ്റ്റോർ മാനേജർ എന്നുള്ള പൊസിഷനിലെത്തി. അയാൾക്ക് നല്ലൊരു ഓഫർ കിട്ടി. ഇനി ആൾ തൽക്കാലം ഈ കമ്പനി വിട്ടു പോവാണ്. അപ്പോൾ ഈ സ്റ്റോർ മാനേജർക്ക് എത്ര സാലറി ഉണ്ട്? ഇപ്പോൾ 1200 റിയാൽ ജോയിൻ ചെയ്ത ആൾക്ക് 9 വർഷം കൊണ്ടിപ്പോൾ 7000 റിയാൽ സാലറി വാങ്ങുന്ന അദ്ദേഹം പോവാണ്. ഇദ്ദേഹം പോകുമ്പോൾ അവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? ഈ സ്റ്റോർ മാനേജറുടെ നേരെ താഴെ 3 ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഓരോ മാനേജർമാരുണ്ടാവും. ഇവരും കമ്പനിയായിട്ട് ഒരുപാട് കാലം എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കമ്പനിയുടെ A to Z കാര്യങ്ങൾ അറിയാം. അവർക്ക് ഒരു സ്റ്റോറിന്റെ മാനേജറായിട്ട് ആ സ്റ്റോർ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നല്ലതായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? സ്റ്റോർ അപ്പോൾ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ടുള്ള ഒരാൾക്കാരെ എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം? സ്റ്റോർ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ താഴെ അവിടെ അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജർ എന്നുള്ള പൊസിഷൻ ഒഴിവ് വരുമ്പോൾ അങ്ങോട്ട് ആരെ പ്രൊമോട്ട് ചെയ്യണം? ആരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകണം? സൂപ്പർവൈസർ ലെവലിൽ ആളുകളുണ്ടാവും. അപ്പോൾ ഈ സൂപ്പർവൈസർ എന്നുള്ള ഒരാളെ എങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യും. അവിടെ വേക്കൻസി വരുന്നത് എവിടെയാണ്? സൂപ്പർവൈസർ പോസ്റ്റിലാണ്. അവിടെ ആരെ 2 വർഷമോ 3 വർഷമൊക്കെ പരിചയമുള്ള ഒരു സെയിൽസ്മാനെ സൂപ്പർവൈസർ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്തു.
നമുക്ക് ഇനി ആരും നമുക്ക് ബോധ്യമാകാൻ പറ്റും. റെഡിനെസ് ഉണ്ടായാൽ മതി. ഒരു സെയിൽസ്മാനെ കൊണ്ടുവരാൻ ജോലി ചെയ്യാനുള്ള റെഡിയുള്ള താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാളെ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹയർ ചെയ്താലും ആ ഹയറിങ് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നേരെ മറിച്ച് നമ്മളൊരു ഏതിലാണ് നോക്കുന്നത്, ഒരു പുതിയ ഒരു സ്റ്റോർ മാനേജർ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോർ മാനേജർ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉള്ള ആൾക്ക് 7,000 റിയാലാണ് അല്ലേ. എന്നാൽ പുതിയ ഒരാൾ 10 വർഷമൊക്കെ പരിചയമുള്ള ഒരാൾ നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അയാൾ പറയും, സാർ എനിക്ക് ഓൾറെഡി ഇപ്പം എന്ന കമ്പനിയിൽ ഇവിടെ 8,000 റിയാലുണ്ട്, എനിക്കൊരു 30% എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 റിയാൽ തന്നാൽ ഞങ്ങൾ കൂടെ വരാൻ പറഞ്ഞു. കമ്പനിക്ക് 10,000 റിയാൽ ചിലവാണ്. 8,000 റിയാലുള്ള ആൾക്ക് പകരം കമ്പനി സ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ്? 2,000 റിയാൽ അഡീഷണൽ ആണ്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ കമ്പനിയിലെ ഡിപ്പാർട്ട്മെന്റ് മാനേജർക്ക് ഇപ്പോൾ 4,000 റിയാലായിരിക്കും ശമ്പളം. അദ്ദേഹത്തിന് നമ്മൾ 2,000 റിയാൽ അഡീഷണൽ കൊടുക്കുകയാണ്, പ്രൊമോഷൻ കൊടുക്കണം. 2,000 റിയാൽ ഇൻക്രിമെന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ എന്താക്കി മാറ്റി നമ്മൾ സ്റ്റോർ മാനേജറാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് 4,000 റിയാലായിരുന്നു, അദ്ദേഹത്തിന് എന്ത് കിട്ടി? 6,000 റിയാൽ സാലറി. കമ്പനിക്ക് ചിലവ് എത്രയാണ്? 2,000 റിയാൽ ചിലവ് വന്നു അല്ലേ. അടുത്ത ഒരു പോലെ ഒരു 1,000 റിയാൽ ഇൻക്രിമെന്റ് കൊടുത്തു. കമ്പനിക്ക് ചിലവ് വന്ന എത്രയാണ്? 3,000. 500 റിയാൽ ഇൻക്രിമെന്റ് കൊടുത്തിട്ട് എന്തായി? ഒരാളെ സൂപ്പർവൈസറായി പ്രൊമോട്ട് ചെയ്തു. 3,500. ഒരു സെയിൽസ്മാനെ നമ്മൾ ഒരു 1,200 റിയാൽ അല്ലെങ്കിൽ 1,500 റിയാൽ എന്തായി? ഹയർ ചെയ്തു. എത്ര ആയത്? മൊത്തം 4,500. ഒരു 5,000 റിയാലാണ് ഒരു ഹയറിംഗിൽ നല്ല രൂപത്തിൽ ഒരു HR മാനേജർ ഇതുപോലെ മനസ്സിലായോ? ഇതുപോലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു HR സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർക്ക് 10,000 റിയാലിന് ഹയർ ചെയ്യുന്ന സ്ഥാനത്ത് ഒരാളെ അവരെ ഹയർ ചെയ്യുന്നത് എത്രയാണ്? നേരെ പകുതി. എത്രയാണ് കമ്പനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്? ഒറ്റതിൽ ഓരോ മന്തിലും 5,000 റിയാൽ എന്ത് വരികയാണ്? കമ്പനിക്ക് പ്രോഫിറ്റ് വരികയാണ്. അത് മാത്രമല്ല, കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കൂടാണ്. താഴെയുള്ള ഈ 200 സ്റ്റാഫുകൾ നല്ല നിലക്ക് വർക്കഹോളിക്കായിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും കമ്പനിക്ക് വേണ്ടി. കാരണം എന്താണ്? ഇവരൊക്കെ എന്ത് ചെയ്ത് ഓൾറെഡി ബൂസ്റ്റഡ് ആയിട്ട്. കാരണം ഈ കമ്പനി എന്താണ്? സ്റ്റാഫുകളെ, സ്വന്തം സ്റ്റാഫുകളെ പരിഗണിക്കുന്നതാണ്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഓൾറെഡി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ ആ കമ്പനിയിൽ ആരും പ്രൊമോട്ട് ആവുന്നില്ല. ആ കമ്പനിയിൽ ആ പുറത്തുനിന്ന് വന്ന ആൾക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ചിലപ്പോൾ 6 മാസം കിട്ടും. ഈ സമയമൊക്കെ വേസ്റ്റായി പോവാണ്. നേരെ മറിച്ച് ഓൾറെഡി അവിടെയുള്ള ആളാണ് അദ്ദേഹം. എന്ത് ചെയ്യും? അവിടെയുള്ള ആളുകളറിയാം, സ്റ്റാഫുകളറിയാം, നല്ല നിലക്ക് കൊണ്ടുപോകാൻ അറിയാം അല്ലേ. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ എന്താവും? ഇതുപോലെ അവർക്കൊരു പ്രതീക്ഷ വെച്ചിട്ട് എന്ത് ചെയ്യും? നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ഒരു കമ്പനിയിൽ എന്തുണ്ടാവും? മസ്റ്റാണ് നല്ല ഒരു റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പനിക്ക് എന്താ പറയാ, കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്പനിയിൽ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഒരു 10 സ്റ്റെപ്പുകളാണ്. പോസ്റ്ററിലുള്ള മാട്രിക്സ് കമ്പനിയുടെ പേര്